السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد صلى الله عليه وسلم. كلما ذكر الذاكرون وغفل عن ذكر الغافلون. أما بعد، بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. صدق الله المولانا العظيم. العلم نور الله. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മക്കവോ തെമ്മ ದುನಿಯಾವುಡ ಶಾಶ್ವತ ಅಲ್ಲ, ಅದು ತಾತ್ಕಾಲಿಕ ಎನ್ನೆಲ್ಲ ചെറുതിലേ പണിപ്പാട്ടവും പോഷകർ റെഡിയാവണം. എത്ര വലിയ വലിയ അകകാടിനും അതിൽ ഇത്ര മനുഷ്യന്മാർ പണ്ടിന്നാർ ഇണ്ടില്ല, എത്ര ഗട്ടിയായിട്ടിന്നാർ, അങ്ങനത്തെ വലിയ വലിയ ബൊമ്പന്മാരിന്നാർ, വലിയ വലിയ ലീഡർമാരിന്നാർ, മന്ത്രിമാരിന്നാർ, വലിയ വലിയ പേരും പെരുമിന്നങ്ങളിന്നാർ. അതിൽ ഇതിനെന്തായിത്തങ്ങ അങ്ങെല്ലാരും ഇപ്പം ഇല്ല ആവത്തു, ഇപ്പം അങ്ങനത്തെ ಖಾಲಿಯಾಯ್ತು. എന്നെಲ್ಲ ಮಕ್ಕಳು ಹೆಂಗಂತ ಬೆಲೆ ಬೆಲೆ ಆಗ ಕಂಡು ചെല്ലണം. അങ്ങ് എത്ര ചന്തയിന്നാർ, എത്ര ഭാഗ്യക്കാരായിന്നാർ. പക്ഷെ എന്താ എവിടെ പോയാരല്ല, എല്ലാം ഖബർസ്ഥാനിಗೆ എത്തിയാർ. ഇന്നാർ ഹിന്ദുസ്ഥാനിൽ എത്തിയാർ ഖബർസ്ഥാനിಗೆ. എന്നെല്ലാം മക്ക ബെൽദായിട്ടിന്ന പോലുമേ ചെന്നൊണ്ടിക്കണം. നസിയത്ത് മക്കവും ബായണ്ടിക്കണം. അതുകൊണ്ട് ഈ ലോക ಶಾಶ್ವತವಲ್ಲ, ഇത് താത്കാലിക തങ്കുദാന. ഇവിടെ തെല്ലുന്നേരം ഇന്നിട്ട് അള്ളമ്മല്ലാണ്ട് ഇഷ്ടപ്പെട്ടതെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ അള്ളമ്മല്ലാണ്ട് சொல்லிட்டு നോക്കു പോണ്ടങ്ങ എന്ന് മക്കളെ മനസ്സിൽ മക്കളെ പോഷകർ മക്ക ബെൽദായിട്ടിന്ന പോലുമേ ഇട്ടൊണ്ടിക്കണം. ദുനിയാവ് തുച്ഛ ಬೆಲೆ, ഇവിടെ ಬೆಲೆಯಿಲ್ಲ, ಭೂಮಿಗೆ ಬೆಲೆ ಇಲ್ಲ എന്നാക്കണം. ಅದಕ್ಕೆಲ್ಲ ಪ್ರಧಾನ ಗೊಂತಾವಡೆ അങ്ങനെ. അത് ಗೊಂತಾವಡೆ അള്ളാഹു ഖുർആൻ ചെന്ന പോലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയോട്ട് അള്ളാഹ് ചെന്നു എന്നിട്ടു ഖലഖായ സൃഷ്ടികർത്തായ അള്ളാഹുടോ പേരിൽ നിങ്ങൾ ഓതുರು. അല്ല വെറും ഓതോ മാത്രം ചെന്നു അല്ല, എക്കറ മാത്രം ചെന്നു അല്ല, ഓതുറും ചെന്നു അല്ല. പിന്നെ എങ്ങനെ ചെന്നു അല്ല ചെന്നു അള്ളാഹുടെ പേരിൽ ഓതുರು. അപ്പം അള്ളാഹുടെ പേരിൽ ഓതുರು ചെന്ന് അർത്ഥം എന്തോ, അള്ളാഹു ഇഷ്ടിന്നത് മാത്രം ഓതണം. അള്ളാഹു ഇഷ്ടിന്നത് മാത്രം ഓതണം. കിറ്റിയതെല്ലാം ഓതുറതല്ല. കിറ്റിയതെല്ലാം മനുഷ്യന്മാരെ ಬೆಡಕಾಕಡು ಓತು. ಬೆಡಕಾಕುമ്പോഴത്തെ ಓತು ಓದಂటే ಓದ್ರದಲ್ಲಿ എന്താവണു, ഇഖ്റ ബിസ്മി റബ്ബികൽ, ഇഖ്റ ബിസ്മി ഓതുರು. അള്ളാഹുടെ പേരിൽ ഓതുರು ചെന്നെങ്കിൽ അള്ളാഹു ഇഷ്ടിന്നത് മാത്രം ഓതുರು. ഞങ്ങൾ ഓദ്രങ്ങാവണം. ആറ് ഓദ്രങ്ങാവിടാറ് ഏത് ഓതി അത് യശസ്വിനെ ഹാദി. അതുകൊണ്ട് ഞങ്ങൾ നാൾക്ക് എല്ലാം ഈ കിറ്റിയതെല്ലാം ഓതുന്നു. ഈ കാലത്ത് എന്തായിട്ട് ഓതുற മനുഷ്യന്മാരെ ഇല്ല. ഓതുற മനുഷ്യന്മാരെ ഭാര്യക്കുരടീത്ത് ഓതവും ഏത് ബുക്കും വേണ്ട. പക്ഷേ ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്കിപ്പോൾ ഉദാഹരണಕ್ಕೆ ഞങ്ങൾ വേണമോ എല്ലാ കിതാബും കിട്ടോ. കാരണങ്ങനെ പണ്ടത്തങ്ങൾ എഴുതി വെച്ചത് കൊണ്ടു അല്ലേ. അല്ലതീ അല്ലമ ബിൽ കലം, കലമിയുടെ വിഷയം അതിലെ അതേ സൂറത്തിലുള്ള ചെന്നല്ലേ. കലം ചെന്നേ പെണ്ണിട് അത് ಅದರ ಮೂಲಕ ಎಲ್ದಿಗೂ ಅಲ್ಲಾಹು ಪಡಿಪಾಟಿಯ. അതുകൊണ്ടു ಲೇಖನಿ ചെന്ന് പെണ്ണ്. ಅದರ മഹത്വ ആർക്കും വിവരിച്ചിട്ട് തീർക്കുക ആരെക്കൊണ്ടും ആവില്ല. കാരണം എത്രയോ പൂർവികന്മാരാ മഹാന്മാരെല്ലാം അണ്ടല്ല അങ്ങനെ കലമ കൊണ്ട് എഴുതിയത് കൊണ്ട് എന്തായിട്ടുണ്ട്, ദീനിയായ വിഷയം എല്ലാം ಅದರ വിധിവിധാന, ಅದರೋ ഹലാലേത് ഹറാമേത് പൂർവിക മഹാന്മാരുടെ ചരിത്ര അടക്കം പരിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ അടക്കം എല്ലാം ഉള്ളു. എങ്ങനെ ലേഖനിന്നത് കൊണ്ടുള്ളു. അതുകൊണ്ട് ലേഖൻ്റെ മഹത്വം ചെല്ലുകയും ആരെ കൊണ്ട് ആവില്ല. അപ്പോൾ ലേഖനി ബർഹത്തും ഭയങ്കര ഗ്രേഡ്, ഓതുറതുക്കും ഭയങ്കര ഗ്രേഡ്. മാത്രം ഓതുறது എന്താവണു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി അള്ളാഹുടെ പേരിൽ ഓതുറങ്ങ. അതാവണം ചെന്നെങ്കിൽ അള്ളാഹു ഇഷ്ടന്നത് മാത്രം ഞങ്ങൾ ഓതുറങ്ങാവണം. അതുകൊണ്ട് ಬೇರೆ ಓದಿತಮೇ അവിടെ ഒരുപാട് മഹാമനുഷ്യന്മാർ ഓദിത്തമേ അല്ല, ഓതിയതിനെ ನೆನಪು വയ്ക്കണം. ಓದಿದ್ರಿಂದಾಗಣು ಇಂಪಾರ್ಟೆಂಟ್ ನೆನಪು ವೀಕೋಣ. ಕೈವಿಡ ಪರಮಾವಧಿ ಓದಿದ್ರೆ ನೆನಪು ವೀಕೋಣ. ನೆನಪು വെച്ചിട്ടെങ്കിലേ എന്താവടോ നമുക്ക് അത് പാലിച്ചൊക്കെ ആവണം. ഓതുന്നത് പിന്നെ എന്തൊരു വേണേ ഓതാ. അള്ളമ്മ ഇഷ്ടപ്പെട്ട് ഇപ്പം നിങ്ങൾ സാലയുടെ എത്ര ഓതുണ്ട് ഇല്ല, എത്ര മുസ്ലിം മഹാന്മാർ എഴുതിയ കിതാബുകളുണ്ട്. ಅದು ಓದಿದ್ದೇವೆ ನಂಗೊಂದ್ರುಂಡು ನಂಗೆಲ್ಲ ಬುದ್ಧಿ ಯಾರಾವಡು ಪ್ರಜ್ಞೆ ಉಂಟಾವಡು. അതുകൊണ്ട് ഓതുறது ഏതും ഓതാ.
ഏതും ഓതുക ഞങ്ങളെ ബെടക്കാക്കരുത് ഓതുക ഞങ്ങളെ അള്ളമ്മല്ലാണ്ട് അനിഷ്ടമായ നിലക്ക് ഞങ്ങളെ ബെടക്കാക്കടോ ഏതും ഓതാത്ത പോലെ കൈയുടെ പരമാവധി ഉണ്ടാക്കണം. ಅದಕ್ಕೆ അള്ള ചെന്നെന്തോ ഇഖ്റ ബിസ്മി നൻ്റെ പേരിൽ നിങ്ങൾ ഓതുറു. അതുകൊണ്ട് അള്ളമ്മല്ലാൻ ഇഷ്ടപ്പെട്ടത് മാത്രം ഓതുക എന്താക്കണോ കൈയുടെ പരമാവധി ಜಾಗೃತಿ ಆಗணும். അങ്ങനെ ಓದಿ ಮುಸ್ಲಿಂ ಚೆನ್ನಲ್ಲೇ ಪುಸ್ತಕದ ಜ್ಞಾನವನ್ನು ಮಸ್ತಕಕ್ಕೆ ಏರಿಸಿ ಎಂದರು బుక్కుల్లో എല്ലാ ఇల్ముడే ఎవడికి ఏర్పాటు మస్తక చెందిగలి తలకి తలచోరుగు ಅವಡಿಗೆ ನೀವು ಏರ್ಪಾಟು ಚೆಂದಿ ಅವಡೆಲ್ಲ ಸ್ಟಾಕ್ ಬೇಕು ಅರ್ಥ ಎಲ್ಲ പഠിച്ചതെಲ್ಲ ನೀವು ನೆನಪಿಕ್ಕಟ್ಟೆಂಟು പഠിച്ചതെಲ್ಲ ನೆನಪಿಕ್ಕಟ್ಟು അതുകൊണ്ട് പഠിക്കരുത് ഓതുறது യശസ്സിൽ വെച്ച് മനുഷ്യന്മാരെ യശസ്സ് എന്തുകൊണ്ടുണ്ട് ഓതുறது അതുകൊണ്ട് ഓതുറങ്ങാവണം എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ ഗൈഡല്ലേ അതിൽ ഇല്ലാത്ത ഒരൊറ്റൊന്നുമില്ല. ഭൂമിയുടെ വിഷയം ഭൂമിയുടെ അഡ്ഡ വിഷയം എല്ലാ വിഷയങ്ങളുണ്ട്. എല്ലാ സയൻറ്റിസ്റ്റും എല്ലാ ഇതിഹാസം എന്തെല്ലാം ഉണ്ട് ഭൂമിയിൽ മനുഷ്യന്മാരിന്ന് ഇവിടെ ചെല്ലതല്ല എല്ലാം അതിൽ റെക്കോർഡായിട്ടാണ് ഫുള്ളു ഇതിൽ പരിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് നാളും നിങ്ങൾ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതുറങ്ങാവണു എങ്ങനെ അർത്ഥം ചിന്തിച്ചിട്ട് കൈയുടെ പരമാവധി എന്തൊരു നിങ്ങൾ ഓതുറോ എന്നുള്ള കൈയുടെ പരമാവധി അർത്ഥം ചിന്തിച്ച് നിങ്ങൾ ഓതുക നിങ്ങൾ റെഡി ആയിട്ടെങ്കിൽ ഞങ്ങൾ എന്താ അവിടെ ഞങ്ങൾ ഓതുറങ്ങാവിടെ ഓതി എന്താടു ഓതു അത് ഞങ്ങളെ യശസ്യത്ര ഞങ്ങളെ കൊമ്പോണ്ട് ഞങ്ങളെ യശസ്യാക്കട്. അതുകൊണ്ട് ഓതുന്നത് ബറാബരി വലിയ വിഷയം. എല്ലാ മഹന്മാരും ഓതിയത് കൊണ്ട് എല്ലാവരും യശസ്വിയാകണേ ഓതിയത് കൊണ്ടു. അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ നാലും എത്രയായിട്ട് ഓതുറങ്ങാണ് എന്തൊരു ഓതുறது മാത്ര അള്ളാഹു ചെന്ന പോലെ ഇഖ്റ ബിസ്മി അള്ളാഹുടെ പേരിൽ ഓതുന്നു ചെന്ന് അള്ളാഹ് ഇഷ്ടം ഓതുന്നു ഉണ്ടട്ട ആ നിനക്ക് ഓതുന്നു ഇൻഷാ അല്ലാഹ് കൈയുടെ പരമാവധി ഞങ്ങളെ മക്കനെ ഓതുപാട്ടുക ഞങ്ങൾ ഓതിണ്ടിക്കുക ഞങ്ങൾ നാല് ഒരു ബാപ്പ ഓതിട്ടുണ്ടെങ്കിൽ മക്ക നോക്കടാറ് മക്ക അതേപോലെ ഓതുറാറില്ലേ. ഒരു ഉമ്മ ഓതിട്ടുണ്ടെങ്കിൽ മക്ക നോക്കടാറ് മക്ക അതേപോലെ ഫോളോ ആക്കടാറ്. അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഓതുറങ്ങാവണം ഓതുறது മാത്രം എന്തിനാണോ ഞങ്ങൾ എന്തൊരു ഓതുറ അത് അള്ളമ്മല്ലാണ്ട് ഇഷ്ടപ്പെട്ടതാവണം. അതൊന്നും ಬೇರ್ತಿരിക്കുള്ള കഴിവ് ഞങ്ങൾ ബുദ്ധി ഞങ്ങൾ ഉണ്ടാക്കണം. ആ നിലയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ മക്കളെ ധാരാളം ഓതുറങ്ങാക്കുക. അതൊക്കെ ഞങ്ങൾ അള്ളാഹു കഴിവും ശക്തിയും എന്തെല്ലാം ആവശ്യം അല്ലാഹ് അതെല്ലാം നീ പ്രദാനം ചെയ്യും റഹ്മാൻ. ഞങ്ങളെ മക്കവും ഇൻഷാ അല്ലാഹ് നല്ല മയമായ നിലക്ക് സൗമ്യമായ നിലക്ക് നല്ല മെതുവായ നിലക്ക് മക്കൾ ഇൻഷാ അല്ലാഹ് ധാരാളം ഓതുപാട്ടും മക്ക ഓതുകൊള്ളും വലിയ മഹാഭാഗ്യം എല്ലാം നീ പ്രദാനം ചെയ്യുക അല്ലാഹ്. ആമീൻ ബറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.